ദൈവവുമായി നിനക്കൊരു ബന്ധമുണ്ടായിരിക്കണം. നിന്റെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ നിന്റെ ബുദ്ധി കൊണ്ട് നിന്റെ കഴിവുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നീ എത്തിച്ചേരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിനക്ക് കൂടെ മുട്ടുമടക്കാൻ പ്രാർത്ഥനാ മനുഷ്യനായി പ്രാർത്ഥിക്കുന്ന ഒരുവനുമായി നിനക്കൊരു ബന്ധമുണ്ടാകണം. ഹിസ്കിയാവ് വേറെ ആരെയും വിളിച്ചില്ല, പ്രാർത്ഥിക്കുന്ന യെശയ്യാവിനെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പ്രയർ പാർട്ട്ണർഷിപ്പ് വേണം, എൻ്റെ കൂടെ മുട്ടുമടക്കാൻ ഒന്ന് വരാമോ? നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ, നീ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ, ലോകത്തിൽ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത തലങ്ങളിൽ നീ വരുന്ന സാഹചര്യത്തിൽ, നിൻ്റെ ബുദ്ധിക്കകത്ത് രക്ഷപ്പെടാനൊരു പഴുതും കാണാതിരിക്കുമ്പോൾ, എല്ലാ തലങ്ങളും ഒരുപോലെ പരാജയപ്പെടുമ്പോൾ, നീ പ്രാർത്ഥിക്കുന്ന നിൻ്റെ ഫ്രണ്ടിനെ നീ വിളിക്കണം. ഒരുമിച്ച് മുട്ടുമടക്ക്. നീ ഒരുമിച്ച് മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ, കരയുന്നവൻ ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കുന്നവൻ, ലോകത്തിൻ്റെ മുമ്പിൽ മുഴങ്കാല് മടക്കാൻ എൻ്റെ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. Praise the Lord. Hallelujah. എന്താ ഹിസ്കിയാവ് ചെയ്തത്? ഹിസ്കിയാവ് ചെയ്തത് പ്രാർത്ഥിക്കാൻ യെശയ്യാവിനെ വിളിച്ചു. രണ്ടുപേരോട് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. വേദപുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും. പ്രതിഫലം, പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ധൈര്യം വിടാതെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? ധൈര്യത്തോടെ നീ മുഴങ്കാല് മടക്കാൻ തയ്യാറാണോ? എൻ്റെ ദൈവം അതിനൊരു പ്രതിഫലം തരും.